പേടിച്ച് കൊക്കയിൽ ചാടിയായിരുന്നു. കഴലിയെ സായിപ്പ് ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടു. അക്കാലത്ത് തോട്ടങ്ങളിൽ കീടനാശിനികൾക്ക് പകരം കുട്ടികളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവർ പിടിക്കുന്ന പാറ്റയ്ക്കും പൂച്ചയ്ക്കും എലികൾക്കും കൂലിയായി നാണയം എറിഞ്ഞു കൊടുക്കുന്ന സായിപ്പിന്റെ കസേരയ്ക്കരികിലായി മേരി എന്ന പുതിയ പേരിൽ കഴലി മദാമ്മയുടെ വേഷം കെട്ടിയിരുന്നു. നവക്രിസ്ത്യാനികളായ യോബിനും ലാസറിനും പുതിയ മദാമ്മയെ തീരെ പിടിച്ചില്ല. ആണുങ്ങൾ ഉമ്മറത്ത് നിന്ന് മുറുമുറുത്തപ്പോൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ ഊഷ്മളമായ ഒരു സൗഹൃദത്തിന് അടുപ്പ് കൂട്ടുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം. ഹാരിസിന്റെ തേയിലപ്പെട്ടികൾ ലക്ഷ്യസ്ഥാനത്തെത്താതെ കടലിൽ ഒഴുകി നടന്നു. വലിയ നഷ്ടങ്ങൾ ഹാരിസിന് വന്നുചേർന്നു. പണം വാങ്ങാനായി വിശ്വസ്തനായ യോബിനെ പവർ ഓഫ് അറ്റോർണി ഏൽപ്പിച്ച് സായിപ്പ് ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. ഇംഗ്ലണ്ടിലേക്ക് പോയ സായിപ്പ് കൊച്ചിയിലെത്തിയപ്പോഴേക്കും ഹൃദയാഘാതം മൂലം മരിച്ചു. സായിപ്പിനെ കാണാൻ കൊച്ചിയിലേക്ക് പോയ തിരിച്ചു വന്നത് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു. തേവിടിച്ചുകൊള്ളതിനൊക്കെ കൂടുതൽ അവകാശം ഈ മണ്ണിൽ എനിക്കുണ്ട്. നീ എന്നെ ഈ തഴപ്പേട് വെച്ച് കയറ്റിട്ടിരിക്കുന്നേ പരിചയമില്ലാത്തോണ്ടാവാം. പഞ്ഞിമത്തെ കിടന്നിട്ട് കൊച്ചു ഉറങ്ങുന്നില്ല. അവക്ക് നിറവയറ, 2 ജീവന. ദൈവം പൊറുക്കല. സ്വൈര്യം തരികയില്ലാന്ന് വെച്ചാ അന്ന് രാത്രി അന്നമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഴലിയുടെ ശാപം തന്റെ കുടുംബത്തിന് വേട്ടയാടുമെന്ന് അന്നമ്മ ഭയന്നു. അന്നമ്മ പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തി. പെൺമക്കളില്ലാതിരുന്നവർ വീട് പണിക്ക് നിന്നിരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായി വളർത്തി. ഈയോ പറയാതെ അന്നമ്മ കഴലിയെ കാണാറുണ്ടായിരുന്നു. അവരുടെ സ്നേഹം അലോഷിയിലേക്കും കഴലിയുടെ മകൾ മാർത്തിയിലേക്കും വളർന്നു. ആ ഇടയ്ക്ക് മൂന്നാറിൽ പടർന്നു പിടിച്ച മലമ്പനി പോകുമ്പോൾ അന്നമ്മയെയും കൂടെ കൂട്ടി.
യോബിനെ തന്റെ ജീവിതത്തിൽ ആദ്യമായി പിടിച്ചുലച്ചത് അതായിരുന്നു. അമ്മച്ചി, അരസി അമ്മച്ചി, അപ്പ. പതുക്കെ ഇയ്യോബിന് മനസ്സിലായി, അനൂഷി തന്നെ പോലെയല്ല, അന്നമ്മയെ പോലെയാണെന്ന്. അവന്റെ ജീവിതം ആ വീട്ടിൽ കൂടുതൽ വിശ്രമമായി തീർന്നു. മാർത്തയല്ലാതെ അനൂഷിക്കുണ്ടായിരുന്ന ഒരേ ഒരു കൂട്ടൻ ചെമ്പനായിരുന്നു. ചെമ്പ, ഞാൻ നിന്റെ കുടിയിൽ പോയിരുന്നു, ആരെയും കണ്ടില്ല. അകത്തുണ്ടാവും. എല്ലാവർക്കും പനിയാ, മേലൊക്കെ തടിച്ചിട്ടുണ്ട്.